എന്താ അന്നാ കാല് പോയടേ. കാല് പോയാ? ഓ അമ്മ പറ അടുക്കളയിലുണ്ട്. ആ വിളി. അമ്മ എന്തോടാ ചെവിയോടെ ഇരുന്ന് കൊണ്ട് വിളിക്കണ വിളിയണ്ട, ചെവി പോയി. ചെന്ന് വിളിച്ചെന്റെ വാച്ചാ പോയ വിളിച്ചോടി. അച്ഛാ ഇത് എന്ത് പറ്റി? ഇത് ഇതിപ്പോ എല്ലാവരും വരട്ടെ, രണ്ടാമത് പറയണ്ടല്ല. അച്ഛാ എന്ത് പറ്റിച്ചാ? അച്ഛന്റെ കാല് പോയി. കാല് പോയോ? ഈ സൈറ്റിൽ വെച്ച് താഴത്തെ നിലയിൽ രണ്ടാമത്തെ പടി ചവിട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇങ്ങനെ. മോളിൽ ഇതൊരു പലകളായി വന്നത് ഒറ്റ അപ്പൊ ഞാൻ കുറെ തടയി വിട്ട്. നല്ല ഭയങ്കര വേദന. പലക വേണമെന്നാ നോക്കട്ടെ. എന്തായിരിക്കും തിരികെ വിട്ടേക്കാണ്. അച്ഛാ മേളിൽ നിന്ന് പലക വന്ന് വീണെന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ വന്ന് വീണം? ആ മാർത്താണത്തുള്ള കിഴങ്ങ മേശരി ഇല്ലടാ, മോളിൽ നിന്ന് തട്ടളായിക്കൊണ്ടിരിക്കായിരുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പലക സ്ലിപ്പായി എന്നെ മുട്ടി വന്ന് വീഴുന്നു. അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടാ കാണിക്കാൻ എന്താന്നിട്ട്? ഹോസ്പിറ്റലിൽ കാണിക്കണം. എഞ്ചിനീയർ പറഞ്ഞു അച്ഛാ. നവാസ് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ എങ്ങനെ ഇവിടുന്ന് ബുദ്ധിമുട്ടിക്കണം പറഞ്ഞു. അതുകൊള്ളാം. പിന്നെ എഞ്ചിനീയർ അറിയണ്ടേ? ചത പോലെ ഉണ്ടോ ഇനി? ഇതേ കാര്യം ചത വരണേ. പക്ഷേ ഇങ്ങനെ എണീറ്റ് നിൽക്കുമ്പോഴേ ഒന്ന് മുട്ടനങ്ങുമ്പോണ്ടല്ല കിടുകിട ശബ്ദവും കേൾക്കണ ഭയങ്കര വേദന. പാറു ഇവിടെ രാവിലെ ആരെ കണി കണ്ടോണ്ട് പോയാന്ന്. ആ ബെസ്റ്റ്. ഇനി കണിയണ്ടവരെ കുറ്റം പറഞ്ഞു കേട്ടാ. ആ കുറ്റം പറഞ്ഞിനും ആ മേശിരിനെയാണ്. അയാൾ മേളിൽ പണിയെടുക്കുമ്പോ നോക്കണ്ട താഴെ ആരെങ്കിലും ഉണ്ടോ. ശരിയാണ്, നോക്കണ്ട. അയാൾ ശ്രദ്ധിക്കണ്ടേ? ഇതെങ്ങനെ തലയിലേറ്റോ ഒന്ന് വീണെങ്കില? അല്ല ഞാൻ പറഞ്ഞതാ നമ്മളെ വിധി. ആ ഇനി വിധിയെ കുറ്റം പറഞ്ഞോ? വേണ്ട മക്കളെ, കുറെ തടവിയല്ലേ. ഇനി രാത്രി ആകുമ്പോൾ തലയിടാം. നാളെ ഇനിയിപ്പോ ജോലിക്ക് പോകണല്ലേ? എവിടെ പോലെന്ന് നാളെ ജോലി നമുക്ക് എന്താടാ ഇവിടെ മുട്ടും ചേട്ടൻ കണ്ണാൻ കൈ പോയിട്ട് ഞാൻ ഇവിടെ കയറിയിരിക്കും. നാളെ ജോലിക്ക് പോകണ്ടെന്ന് എന്നാ പറഞ്ഞ ബാലു. ഇത് റെസ്റ്റ് എടു, 2 ദിവസം റെസ്റ്റ് എടു, വേനൊക്കെ പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു. എവിടെ അവർക്ക് പൈസ മാത്രം മതി, കാര്യം അതിൻ്റെ കൈ പോയാത്ത്. അയ്യോ ഞാൻ വെറുതെ ചോദിച്ച പോയത് അറിയാതെ. അച്ഛോ ഇതിന് തിരുവാൻ കൊണ്ടുവരൂ. കൊണ്ടുവേണ്ടി വരും. ഇവിടെ ഈ പലവെന്ന് പറഞ്ഞാൽ 8 അടി നീളം, 8 ഇഞ്ച് വീതി, 1.5 ഇഞ്ച് കരള മുട്ട പല വേണം വന്ന് മുട്ടി വീണത്. മുട്ട് താങ്ങുമോ? തടവാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ഒന്ന് എക്സ്റേ എടുക്കണത് നല്ലതാ. എക്സ്റേ എടുക്കണം, വേണ്ടി വരും. അയ്യോ ഭയങ്കര വേദന. പിന്നെ സ്ട്രെയിൻ കൊടുക്കണ്ടെന്നാ. നടക്കുമ്പോ ചെറുതായിട്ട് ഞൊണ്ടലുണ്ടല്ലേ? പിന്നെ ബാലേ ഒന്ന് കുടഞ്ഞു നോക്കിയ കാല്. എടി ചിരട്ട ഊരി തെറിക്കോടി എല്ലാം കൂടെ പൊട്ടി പറഞ്ഞിരിക്കണ സാധനമാണിത്. കുടഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട കൂടി അങ്ങ് തെറിക്കൂലേ? എന്തോന്ന് ഞാനേ നിങ്ങള് ചായ വല്ലതും ഉണ്ടെങ്കിൽ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ എടുക്കാം. ചെരിച്ച് നടക്കണ്ട. സ്ലൈഡ് ചെയ്ത് പോണു. ആരെങ്കിലും വന്നു സോറി. ഇങ്ങനെ നീട്ടി വെച്ച എങ്ങനെ താങ്ങണം? പ്രഷർ കൊടുക്കാൻ പാടില്ലേ? അച്ഛാ ഫ്ലോ ഉണ്ട് പതുക്കെ പോടാ. അച്ഛനാ സ്പീഡിൽ പോണേ, ഞങ്ങളല്ല. പറയാ ഇനി കാല് പോക്ക്, കാല് പിടിച്ച് പോക്കല്ല ചെരിപ്പൂടാ. സോറി സോറി സോറി. ഇവിടെ പോയി കണ്ടാ ഇത്രയും നടന്നപ്പോഴേ വേദന കൂടി. അതിന് നടന്നല്ലല്ലോ വന്നത്, തുഴഞ്ഞല്ലേ വന്നത്. ശാശ്വേ വേദന ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. അല്ല അപ്പൊ ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞിട്ട് വരട്ടെ പോവാം. ഈ ആശുപത്രി പോണ കാര്യം പറയുമ്പോ വരട്ടെ പോവാം ഇങ്ങനെ പറയണ എന്തിനാ? പൊയ്ക്കൂടെ? അച്ഛാ അച്ഛൻ ആദ്യം ആ കാലം നിലത്തൂത്ത് പോടാ. പറ്റൂല പറ നോക്കട്ടെ. അയ്യോ അയ്യോ ഇതെന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കണ അച്ഛാ? കണ്ടാ നിലവിളിക്കണ കണ്ടാ? അപ്പൊ എന്തുമാത്രം വേദന ഞാൻ തിരണത് ആലോചിച്ചോക്ക്. വേദന ഈ വേദന പിന്നെ സഹിക്കട്ടെ. ഇത് വർത്തമാനമുണ്ടല്ലോ, സംസാരമുണ്ടല്ലോ, ഇനി സഹിക്കാൻ പറ്റില്ല. അച്ഛാ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതല്ലേ സൈറ്റിൽ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണമെന്ന്? നേരത്തെ ഇതേപോലെ പറ്റിയിട്ടുള്ളതല്ലേ ഇല്ലേ? എടേ കഷ്ടകാലം ഇവിടെ വിധി എല്ലാവരും എന്തോന്ന് പറയാ. 1 ലക്ഷം പേര് കൂട്ടത്തിൽ ഞാൻ ഒരുത്തവിടെ നിന്നാൽ മതി. കല്ലെടുത്ത് ഇറങ്ങിയാൽ അത് എൻ്റെ തലയിലേ വീഴുള്ളൂ. അത്ര ഭാഗ്യം കെട്ടതാണ് ഞാൻ. ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുക്കണോ അച്ഛാ? വളരെ അത്യാവശ്യമാണ്. അവസേ പോയടാ. കാല് പോയെന്ന് വേദന കൂടി പറയണ്. നാളെ സൈറ്റ് പറ്റുമെന്നാ? എടാ ദുഷ്ടം, ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ വരെ പറ്റുമെന്ന് തോന്നില്ലടാ. ആകെ പോയി കിടക്കണം, എല്ലാം പോയി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് പടാ വർത്തനം പറയാൻ. നാളെ ചെല്ലാം നീ
അപ്പൊ ഒരാഴ്ചത്തേക്കിന് പോയില്ലേ? തോന്നില്ല, പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിൽ പോയി കിടക്കുകയല്ലേ, ഇത് എനിക്കറിഞ്ഞ ഇത് കാര്യങ്ങളൊക്കെ എല്ലാം പോയി കിടക്കുകയല്ലേ, ഇതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. നാശക്കൊടലായി കിടക്കുകയാണ് കാര്യങ്ങൾ. എന്തിനാ അവിടെ ഉണ്ടാ? അല്ല നോക്കുകയാണ് ഞാൻ. അച്ചോ ആ ഇതിപ്പോ ചിരട്ടയ്ക്ക് വല്ലോണം പറ്റിയെങ്കിലേ ഈ മുട്ട് ശസ്ത്രക്രിയ ചെയ്ത് മുറിച്ച് മാറ്റി വെച്ചിട്ട് നട്ടും ബോൾട്ട് വിട്ട് പൂട്ടി കൊണ്ട പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. സൂപ്പറാണ്, നല്ല രസം. അപ്പോൾ അവതാർ സിനിമ കണ്ട് അതേ രസത്തിൽ പറയുന്നു. എൻ്റെ മുട്ട് ഇതൊക്കെ വേറെ ഒരു വീഡിയോ കാണാൻ പറ്റിയില്ലടാ. നിങ്ങൾ ഇതിനാടാ ചൂടുന്നത് കണ്ട കേട്ടാ നീരു കാര്യം ഇറക്കുന്നുണ്ടാ എവിടെ ഇറക്കണല്ലോ? ആണ്ടെ ഇപ്പൊ ഇറക്കുന്നുണ്ട്. ആ എന്റെ അച്ഛാ കൊറേയൊക്കെ അച്ഛന്റെ മനസ്സിന്റെ തോന്നലാണ്. നിന്റെ മനസ്സിൽ തോന്നലാണ് അച്ഛന് വേദന ഇല്ലാന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് വേദനയുണ്ട്. ബാലു ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ റൂമിൽ പോയിരിക്കും, ഞാൻ ചായ കൊണ്ട് വരാം. എങ്ങനെ പോവും? നടന്നു പോണം. അല്ല ഒരു ഓട്ടോ വിളിച്ചു പോകന്നില്ലെങ്കിൽ തമാശ മക്കളെ വീടാ. ബാ അമ്മ ചായ ഇട്ടിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഇങ്ങോട്ട് നീങ്ങല്ലോ വെച്ചാൽ വല്ലം കയറി തട്ടും. അത് മതി ചെറുക്കട്ടെ അവിടെ ഇടല്ലേടാ, ഇത് ഇടല്ലേന്ന് പറഞ്ഞ പിന്നെ ഇട്ടതെന്തിന്? എന്തിനു പറഞ്ഞത്? ഇല്ലടാ ഇത് കയറ്റിക്കൊട്ടറ. ഇങ്ങനെ ഇവിടെ ഇവിടെ വാടാ. ഓ ഇവിടെ വാടാ. ഇവിടെ വാ. ഓ കുത്തണ്ട, തൂങ്ങി തൂങ്ങിപ്പോ. അയ്യോ